Hello friends, welcome back to Lush vlogs. അപ്പോൾ നമുക്ക് ഇന്ന് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സോ ഗൈസ്, നമ്മൾ ഇവിടെ ഇതുപോലത്തെ ഒരു കുടുക്ക പോലത്തെ ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി കിട്ടുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിനൊന്ന് മാറ്റി വെക്കാം. നമ്മളിത് പായസമൊക്കെ ചെയ്തതിന് ശേഷം അവസാനമായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 150 ഗ്രാമോളം വെർമിസെല്ലി അഥവാ സേമിക എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നമ്മുടെ നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യാണ്ട് ഉള്ള വെർമിസെല്ലി അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്കിത് നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരക്കൊട്ട പാൽ ചേർക്കാം. അതുപോലെ തന്നെ അരക്കൊട്ട വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരക്കൊട്ട പാൽ ചേർത്തതിനാണ് നമ്മൾ അരക്കൊട്ട തന്നെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും. ഇനി നമുക്ക് 2 വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ ഇതുപോലെ മൂത്ത് കിട്ടും. നമുക്കിങ്ങനെ മൂത്ത് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൊലി കളഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടായിട്ട് നമുക്കിതിനെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നമ്മുടെ പായസം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സോ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തത് നമ്മളൊന്ന് മിക്സായി കിട്ടിയതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടും എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റുള്ളൊരു പായസമാണ്. ഫംഗ്ഷനൊക്കെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.